ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ വണ്ടർ ചെയ്യുമായിരിക്കും അല്ലേ, ഞാൻ ഇഷ്ടം പോലെ മിസ്റ്റേക്സിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതെന്താണ് സ്പെഷ്യൽ എന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എൻ്റെ ഈ ചാനലിൽ വന്ന് നിങ്ങൾ നിങ്ങളുടെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള സമയം ഇവിടെ ചെലവാക്കുവാണെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങളുടെ വീട് നിങ്ങൾക്ക് നന്നായിട്ട് വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നാണ് അർത്ഥം. ബിക്കോസ് ഒരു ഇൻറ്റീരിയർ ഡിസൈനറിൻ്റെ ചാനലിൽ വന്ന് നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് ഒരു എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ട് വെക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളായിരിക്കും നിങ്ങൾ. അതുകൊണ്ട് തന്നെയല്ലേ. സോ അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് നമുക്ക് ക്വിക്ക് ഫിക്സ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാമെന്ന് വിചാരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പക്ഷെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. മൈ നെയിം ഇസ് സുനിത. ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനറാണ്. നിങ്ങൾക്ക് ഇൻറ്റീരിയർ ഡിസൈനിനെ കുറിച്ച് എന്തൊക്കെ സംശയങ്ങളുണ്ടോ അതൊക്കെ എൻ്റെ ഈ ചാനലിൽ വന്നാൽ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ഗെറ്റ് ഗോയിങ്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ 7 തിങ്സ് ദാറ്റ് ഇൻസ്റ്റന്റ്ലി റൂയിൻ യുവർ ഹൗസ് എന്നാണ് ഞാൻ തംബ്നെയിലിൽ ടോപ്പിക്ക് കൊടുത്തിരിക്കുന്നത്. ഇൻസ്റ്റന്റ് ആയിട്ട്, അതായത് നമ്മൾ നമ്മുടെ വീട് എന്തൊക്കെ ചെലവാക്കി എന്തൊക്കെ എസ്തെറ്റിക്കലി ഭംഗിയായിട്ട് വെക്കാൻ ആഗ്രഹിച്ചാലും ചില കാര്യങ്ങൾ കാരണം ആ മൊത്തം ചെലവാക്കിയ കാശ് നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിൽ പുവറായിട്ട് എടുക്കുന്ന കാരണം നമുക്ക് ചിലപ്പോൾ അത് പാളിപ്പോവാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചില ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഫസ്റ്റ് മിസ്റ്റേക്ക് എന്താണെന്നറിയോ? ടു മെനി പാറ്റേൺസ് ആൻഡ് കളേഴ്സ്. അതായത് ഒരുപാട് പാറ്റേൺസും ഒരുപാട് കളേഴ്സും ഒരേ സ്ഥലത്ത്, അതായത് ഒരു വീട് നമ്മൾ ഇങ്ങനെ ചുറ്റി നോക്കുവാണെങ്കിൽ ലിവിംഗ് റൂം ഉണ്ട്, ഡൈനിങ് ഉണ്ട്, ചിലപ്പോൾ ഓപ്പൺ കിച്ചൺ ആയിരിക്കും. പല സ്ഥലങ്ങളിലും പല കളേഴ്സ് യൂസ് ചെയ്യുക, ചിലപ്പോൾ വാൾ കളേഴ്സ് ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കുക, അതായത് ഫർണിച്ചർ ഇങ്ങനെ വളരെ കളർഫുൾ ആയിട്ടുള്ള അപ്പോൾസ്ട്രി കൊടുക്കുക, പിന്നെ കുഷൻസും സോഫയും എല്ലാത്തിൻ്റെയും കളേഴ്സും പാറ്റേൺസും ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് കൊടുക്കുകയാണെങ്കിൽ എല്ലാം കൂടി മിക്സ് ആൻഡ് മാച്ച് എല്ലാം ആകുന്നത് അത് ക്ലട്ടറായിട്ട് മാറാനാണ് സാധ്യത. സോ അപ്പോൾ നമ്മൾ പാറ്റേൺസ് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു സിങ്ക്രണോസിറ്റി അതിൽ വേണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്ക് സ്ട്രൈപ്സോ ജോമെട്രിക് പാറ്റേൺസ് ആണ് നമുക്ക് ഭയങ്കര ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് ഓവർ യൂസ് ചെയ്യാനും പാടില്ല. അറ്റ് ദ സെയിം ടൈം ആ ഒരു പാറ്റേൺ അവിടെ ഇവിടെയൊക്കെ കൊടുത്തു പോകണം എന്നുള്ളതാണ്. കൂടുതലും സിമ്പിൾ ആയിട്ടുള്ള സട്ടിൽ ആയിട്ടുള്ള പാറ്റേൺസ് കൊടുത്തിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഒരു എസ്തെറ്റിക്സിന് വേണ്ടിയിട്ട് ചെറിയ പാറ്റേൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് സിമ്പിളായിട്ടും എലിഗൻ്റ് ആയിട്ടും ഇരിക്കും. സോ ബേസിക്കലി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ നല്ലതായിട്ടിരിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് വീട്ടിനും കളേഴ്സ് ആൻഡ് പാറ്റേൺസ് വളരെ സട്ടിലായിട്ടും എലിഗൻ്റ് ആയിട്ടും ഇൻ്റലിജൻ്റ് ആയിട്ടും ചൂസ് ചെയ്യണം. അതിന് ഞാൻ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റൂളുണ്ട്. റൂൾ എന്താണെന്ന് വെച്ചാൽ 60-30-10 എന്ന് ഒരു റൂളുണ്ട്. നമ്മളുടെ വീട്ടിലെ ഇപ്പം ഒരു ലിവിംഗ് റൂം സ്പേസ് തന്നെ എടുക്കുകയാണെങ്കിൽ അതിൽ 60% വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ന്യൂട്രൽ ഷെയ്ഡ് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അത് വാൾ കളേഴ്സിൽ ചിലപ്പോൾ ഓഫ് വൈറ്റോ വൈറ്റിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ടല്ലേ ഇപ്പോഴൊക്കെ. അപ്പോൾ അതുപോലത്തെ കളേഴ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് റഗ്സ് ആകട്ടെ സോഫ ആകട്ടെ ഇതെല്ലാം വളരെ പാറ്റേൺസ് യൂസ് ചെയ്യാതെ സട്ടിലായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ന്യൂട്രൽ ഷെയ്ഡ്സ് യൂസ് ചെയ്ത് പോവുക. സോ 60% ഓഫ് അവർ ഹൗസ് ഷുഡ് ഹാവ് ന്യൂട്രൽ ഷെയ്ഡ്സ്. അപ്പം അത് നമ്മൾ അവിടെ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് 30% എന്താണ്? നമ്മുടെ സെക്കൻഡറി കളർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ സെക്കൻഡറി കളർ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് എന്തെങ്കിലും ഒരു ആക്സെന്റ് ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പം കേർട്ടൻസിൽ കൂടെ നമുക്കിപ്പം ഇഫ് യു വാണ്ട് ടു ജസ്റ്റ് പുട്ട് സം ലൈറ്റ് പാറ്റേൺസ് ഇൻ ടു ഇറ്റ്. ഒരുപാട് ഗോഡി ആവരുത്, ഒരുപാട് കളേഴ്സ് ആകരുത്, പക്ഷെ അറ്റ് ദ സെയിം ടൈം അതിന് എന്തെങ്കിലും ഒരു ക്യാരക്ടർ നമ്മൾ കൊണ്ടുവരാൻ നോക്കുക. മെയിൻ സോഫ കൂടാതെ സ്മോൾ ഫർണിച്ചറും കാണുമല്ലോ. അതായത് സിംഗിൾ സീറ്റേഴ്സ് ഉണ്ടാവും, സൈഡിലുള്ള സീറ്റിംഗ് ഉണ്ടാവും, ആക്സെന്റ് ചെയർസ് ഉണ്ടാവും. അപ്പോൾ അത് നോർമൽ ആയിട്ടുള്ളത് എല്ലാം ഫാബ്രിക് ഒരേ കളറിന്റെ ഒരു സോഫ സെറ്റ് ആണ് നമ്മൾ മേടിക്കുന്നെങ്കിൽ ഒരൊറ്റ കസേര മാത്രം ഒന്നെങ്കിൽ ഒരു കളർഫുൾ പാറ്റേൺ ഉള്ള ഒരു ഫാബ്രിക് സോഫ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ലെതർ സിംഗിൾ സീറ്റർ ആയിട്ട് നമുക്കൊരു ആക്സെന്റ് ചെയർ ആയിട്ട് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. സോ ബേസിക്കലി 30% നമ്മൾ കുറച്ച് കളേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതിലും കണ്ടമാനം പാറ്റേൺസ് ഡിഫറെന്റ് പാറ്റേൺസ് അല്ല, പക്ഷെ സട്ടിൽ ആയിട്ടുള്ള ചില കളേഴ്സ്. ഇപ്പം സോ യു നീഡ് ടു ക്രിയേറ്റ് എ മൂഡ് ബോർഡ്. അപ്പം മൂഡ് ബോർഡിൽ ഇപ്പം ഒരുപാട് ഗ്രേസും ഒരുപാട് ബ്രൗൺസും സാധാരണ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നമ്മൾ സൂക്ഷിക്കാനുള്ളത്. അപ്പം ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് ബേസ് ആയിട്ടുള്ള കളേഴ്സ് ഇപ്പം ബ്രൗൺ ഷെയ്ഡ്സ് അല്ലെങ്കിൽ ബേജിന്റെ ഷെയ്ഡ്സ് ആണ് നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് മാച്ച് ചെയ്യുന്ന വിധത്തിലുള്ള പല കോമ്പിനേഷൻസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ കുറച്ച് പ്ലാന്റ്സ്
ദാറ്റ് ഈസ് ഓൾസോ വെരി കളർഫുൾ അല്ലേ, ഗ്രീൻ കളറാണ്. അപ്പം അതൊക്കെ സെക്കൻഡറി കളേഴ്സ്. ഇപ്പോൾ പ്ലാന്റ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ചില ഫ്ലവർ വാസ് വെച്ചു, അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് അല്ലേ. അതും ഓവർഡു ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ലൈറ്റായിട്ട് വെക്കുക. സോ അപ്പം അത് നമ്മുടെ സ്പേസിനെ എൻഹാൻസ് ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായം. സോ നെക്സ്റ്റ് ലാസ്റ്റ് 10% എന്താണ്, ആക്സെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സ്പേസ്. അപ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് ആക്സെൻറ്റ് ചെയർസ് മാത്രം യൂസ് ചെയ്താൽ നമുക്ക് ആക്സെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഞാൻ പണ്ടും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഫോക്കൽ വാൾസ് ആകാം, അല്ലെങ്കിൽ ഒരു ഫോക്കൽ പോയിന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ടി വി യൂണിറ്റ് ഒരു ചെറിയൊരു അപ്പാർട്ട്മെന്റിലാണെങ്കിൽ ടി വി യൂണിറ്റ് ആയിരിക്കും നമ്മുടെ ഫോക്കൽ പോയിന്റ്. അപ്പോൾ അത് നല്ല ലൈറ്റിംഗ് എല്ലാം കൊടുത്ത് വളരെ സട്ടിലായിട്ട് നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നമ്മളുടെ ഫോക്കൽ പോയിന്റ്. അവിടെ ഒരുപാട് ഗോഡി കളേഴ്സ് യൂസ് ചെയ്തില്ലെങ്കിലും കുറച്ച് ലൈറ്റിംഗ് ആൻഡ് എന്താ പറയുക, എന്തെങ്കിലും ഒരു പാനലിംഗ് വർക്ക് അതൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവിടെ അത് തന്നെ നമ്മളുടെ ഒരു ഫോക്കൽ പോയിന്റ് ആയിട്ട് മാറും. ചിലവരുടെ വീട്ടിൽ ഇപ്പം യു എസിലൊക്കെ ആണെങ്കിൽ ഫയർ പ്ലേസ് ഉണ്ട്, അപ്പോൾ അവിടെ ബ്രിക്ക് ഫയർ പ്ലേസ് കൊടുത്താൽ ദാറ്റ് ബിക്കംസ് എ ഫോക്കൽ പോയിന്റ്. പിന്നെ ഓരോ ഫർണിച്ചർ, ഓരോ വീട്, ഓരോ ഫ്ലോർ പ്ലാൻ അനുസരിച്ചിട്ട് നമുക്കത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് നമ്മൾ 10% നമ്മുടെ വീട്ടിനെ ഓക്യുപ്പൈ ചെയ്യാവുള്ളൂ. സെക്കൻഡ് പോയിന്റ് എന്താണെന്നറിയോ, നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫർണിച്ചർ മേടിച്ചാൽ മാത്രം പോരാ, അത് പ്ലേസ് ചെയ്യുന്ന വിധവും നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഫർണിച്ചർ പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വാളിനെ ചേർത്ത് ഇങ്ങനെ അങ്ങ് തള്ളി അങ്ങറ്റവും ഇങ്ങറ്റവും ഫർണിച്ചർ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ കൊള്ളത്തില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം തീരെ കുഞ്ഞു റൂമാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ വാളിനോട് ചേർന്ന് തന്നെ ഇടേണ്ട അവസ്ഥ വരും അല്ലേ. ഇപ്പം എൻ്റെ ഇവിടെ ഇരിക്കുന്ന ഈ റൂമിലാണെങ്കിൽ, ഈ ലിവിങ് റൂമിൽ കണ്ടമാനം നമുക്ക് സ്പേസ് ഇല്ല. സോ ഒരു 12 അടി 11 അടിയെ ടി വിയുമായിട്ട് നമുക്ക് ഡിസ്റ്റൻസ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ വാളിന് ചേർത്ത് തന്നെ ഇടേണ്ടി വരും. പക്ഷെ എന്നാലും ഞാൻ ചെറിയൊരു സ്പേസ് അവിടെ ലൈറ്റായിട്ട് തീരെ അങ്ങ് ഒട്ടി അതിനെ ചേർത്ത് ഇട്ടിട്ടില്ല. സോ കുറച്ചുകൂടെ വലിയ സ്പേസ് ആണെങ്കിൽ കുറച്ചുകൂടെ അവിടെ ഇത് കൊടുത്തിട്ട് അതിൻ്റെ ബാക്കിലൊരു സോഫയുടെ ബാക്കിലൊരു ചെറിയൊരു കൺസോൾ ടേബിൾ പോലെ വെച്ച് അവിടെ എന്തെങ്കിലും അറേഞ്ച്മെന്റും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ വലിയൊരു പുട്ട് ഓഫ് ആണ് നമ്മളിപ്പോൾ ഒരു കാർപ്പറ്റ് റഗ് മേടിച്ചിട്ട് അത് ആ റൂമിനെ പ്രോപ്പറായിട്ട് മെഷർ ചെയ്യാതെ പ്ലാൻ ചെയ്യാതെ മേടിക്കുന്നത്. പലവരും ആ മിസ്റ്റേക്ക് ചെയ്യാറുണ്ട് കേട്ടോ. ഇത് നമ്മൾ എന്തായാലും അതിന് വേണ്ടി ബഡ്ജറ്റ് ഇട്ട് അത് മേടിച്ചു കഴിഞ്ഞു, എന്നാൽ പിന്നെ അത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് മേടിക്കാമല്ലോ. അപ്പോൾ നോക്കാനുള്ളതെന്ന് വെച്ചാൽ എത്ര സ്പേസ് ഉണ്ട്, എത്ര ഫർണിച്ചർ ഉണ്ട്, അതൊക്കെ മേടിച്ചിട്ട് വേണം നമ്മൾ റഗ് മേടിക്കാനായിട്ട്. റഗ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കാർപ്പറ്റിനെയാണ് കേട്ടോ. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അബ്രോഡിലൊക്കെ ആണെങ്കിൽ റഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി നമ്മുടെ അവിടെ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന കാർപ്പറ്റിനെയാണ് പറയുന്നത്. കാർപ്പറ്റ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് മൊത്തം വീടൊക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ താമസിക്കുന്ന വീട് മൊത്തം വീട് കാർപ്പറ്റഡ് ആണ്. അപ്പൊ അതിനെയാണ് അവർ കൂടുതലും കാർപ്പറ്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ലിവിങ് സ്പേസിന് ഇടുന്ന കാർപ്പറ്റ്സിനെ അവർ റഗ് എന്നാണ് വിളിക്കുന്നത്. അത് സോ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കൺട്രിയിൽ ഓരോ പോലെയൊക്കെയാണ്. അപ്പൊ എനിവേ കാർപ്പറ്റ് ഇടുന്ന സമയത്ത് അത് നമ്മൾ അതിന്റെ സൈസ് തീരെ കുഞ്ഞായി പോയാൽ മഹാബോറായിരിക്കും. മൊത്തം സ്പേസിനെ തന്നെ അത് കുഞ്ഞായിട്ട് കാണിക്കും. വളരെ ഓവർ സൈസ്ഡ് ആണെങ്കിൽ ചിലപ്പം ചെറിയ റൂംസിൽ അത് ഓവറായിട്ട് നിൽക്കുകയും ചെയ്യും. സോ നമ്മൾ അതിനെ ജുഡീഷ്യസ് ആയിട്ട് യൂസ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. വേറൊരു മേജർ മിസ്റ്റേക്ക് ഈ ഫർണിച്ചറിൽ നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ കുഞ്ഞു വീട് കുഞ്ഞു ഇതായിരിക്കും, പക്ഷെ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഫർണിച്ചർ. ദിസ് ഇസ് എ വെരി 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 കോമൺ തിങ് നമ്മൾ കാണുന്നത്. എന്താണെന്നറിയോ, നമ്മൾ ചിലപ്പം ഫ്ലോർ പ്ലാൻ ശ്രദ്ധിക്കാതെ ഒരു വീട് ബുക്ക് ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു അത്യാവശ്യമോ നമുക്ക് പെട്ടെന്ന് മാറണമല്ലോ എന്ന് വിചാരിച്ചിട്ട് മെഷർമെന്റ്സ് ഒന്നും നേരെ അറിയാണ്ട് പോയി എവിടെയാണ് ഓപ്പണിംഗ് വരുന്നത്, എവിടെയാണ് ബാൽക്കണിയുടെ ഡോർ വരുന്നത്, ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് ചിലർ പോയി ഒരു വലിയ 3 സീറ്റർ പിന്നെ 2 സിംഗിൾ സീറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു 2 സീറ്റർ ഇങ്ങനെയൊക്കെ മേടിച്ച് കൊണ്ടുവരും. എന്നിട്ട് ഇത് ഇടുമ്പം തന്നെ ഈ റൂം അങ്ങ് ഭയങ്കര കൺജസ്റ്റഡ് ആണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ റിട്ടേൺ പോളിസി മഹാമോശമാണ് അല്ലേ. നമുക്ക് ഒന്നാമത് ഈ വലിയ സോഫയൊക്കെ തിരിച്ച് റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സെക്കൻഡ്ലി മിക്കവാറും ഒരു സൈക്കോളജിക്കൽ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് പറഞ്ഞാൽ ഇതിനിപ്പോൾ ആരാ മെനക്കെടുക, ഓക്കെ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി, നമ്മൾ ആ മിസ്റ്റേക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ അത് തിരുത്താനും പറ്റാതെ ഒരു അവസ്ഥയിലെത്തും നമ്മൾ. സോ അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അതിന് നല്ല ആ സ്പേസിനെ നമ്മൾ കറക്റ്റായിട്ട് മെഷർ ചെയ്ത് ആവശ്യത്തിന് നടക്കാനുള്ള സ്പേസ് ഉണ്ടോ, ആവശ്യത്തിന് സൈഡ് ടേബിൾ വെക്കാനുള്ള സ്പേസ് ഉണ്ടോ, കുട്ടികളുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നമുക്ക് മൂവിങ് അറൗണ്ട് സ്പേസ് നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ സെൻറ്റർ ടേബിൾ എങ്ങനെയാണ് ഇടേണ്ടത്, എത്ര വലിയ സൈസാണ് വേണ്ടത്, ടി വി ആയിട്ടുള്ള ഡിസ്റ്റൻസ് എന്താണ്, കണ്ടമാനം ബൾക്കി ആയിട്ട് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടത്തേക്ക് സ്ഥലം ഉണ്ടാവുമോ. ചിലപ്പം ചില ഫർണിച്ചർ വളരെ ബൾക്കി ആയിട്ടുള്ള ലെതർ റിക്ലൈനേഴ്സ് ഒക്കെ ആൾക്കാർ മേടിച്ചിടും ലിവിങ് റൂമിൽ. അത് കാരണം തന്നെ ആ റൂം വലിയ ഫർണിച്ചർ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ചില റൂംസ് വളരെ ചെറുതായിട്ട് തോന്നിക്കും. അതിന് ആക്ച്വലി ഉള്ള വലിപ്പത്തിനേക്കാളും ചിലപ്പോൾ വളരെ ചെറുതാകാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് എല്ലാം നമ്മൾ കണ്ണിൽ കാണുന്ന ആ പെർസ്പെക്റ്റീവും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ ഇന്റീരിയേഴ്സിൽ. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്നറിയോ, റോങ് ലൈറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഓ മൈ ഗോഡ്, ഐ ഹാവ് ടു ടെൽ യു ദിസ്. നമ്മുടെ ഇന്ത്യൻ ഹോംസിന്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ
നമ്മൾ കറക്റ്റായിട്ടുള്ള ലൈറ്റ്സ് യൂസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. നമ്മുടെ ലൈറ്റിംഗ് നല്ലതാവുമ്പോൾ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്പേസും നമുക്ക് വളരെ എലിഗന്റ് ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പം ലൈറ്റ്സ് പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം അല്ലേ? ചിലത് ആംബിയന്റ് ലൈറ്റ്സ് ആണ്, ചിലത് ആക്സെന്റ് ലൈറ്റ്സ് ആണ്, ചിലത് ടാസ്ക് ലൈറ്റ്സ് ആണ്. അപ്പോൾ ഈ മൂന്നും ഒരു വീട്ടിന് ആവശ്യമുണ്ട്. ആംബിയന്റ് ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മേളിൽ എന്താ പറയുക, ഇപ്പം റിസസ് ലൈറ്റ്സ് ഉണ്ടായിരിക്കും, ഫോൾ സീലിംഗിൽ ലൈറ്റ്സ് ഉണ്ടായിരിക്കും, പിന്നെ വാൾ ഷെയ്ഡ്സ്, അതിനെയൊക്കെ നമ്മൾ ആംബിയന്റ് ലൈറ്റ് എന്ന് വിളിക്കാം. ടാസ്ക് ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് മേജറായിട്ട് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കാണണം അല്ലേ? ഇപ്പോൾ ഒന്ന് വായിക്കണമെങ്കിൽ നമുക്ക് റീഡിംഗ് ലൈറ്റിന്റെ ആവശ്യമുണ്ട്, അതൊരു ടാസ്ക് ലൈറ്റ് ആണ്. ഇപ്പം കിച്ചണിൽ നമ്മൾ പണി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അണ്ടർ ക്യാബിനറ്റ്സിൽ ലൈറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിൽ വെളിച്ചം വീണിട്ട് നമുക്ക് ക്ലീൻ ആയിട്ട് ജോലി ചെയ്തിട്ട് പോകാൻ പറ്റും. ഇപ്പൊ മേക്കപ്പ് ചെയ്യുവാണ്, ബാത്റൂമിലെ ലൈറ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ മിറർ ലൈറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദോസ് ആർ ടാസ്ക് ലൈറ്റ്സ്. ഇത് കൂടാതെ ആക്സെന്റ് ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് വേണ്ട രീതിക്ക് നമുക്ക് ആക്സെന്റ് ക്രിയേറ്റ് ചെയ്യാൻ, അതായത് എവിടെയെങ്കിലും ഒരു കസേര ഇട്ടിട്ട് അതിന്റെ സൈഡിൽ ഒരു ലൈറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ അത് വെച്ച് നമുക്ക് വലിയ പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും അത്രയും ലൈറ്റ് വെച്ചിട്ട്, പക്ഷേ ഇറ്റ് ക്രിയേറ്റ്സ് ആൻ ആക്സെന്റ്, നമുക്കൊരു ഫോക്കൽ പോയിന്റ് ക്രിയേറ്റ് ചെയ്യും. അതിനുവേണ്ടിയും നമുക്ക് ലൈറ്റ്സ് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അറ്റ് ദ സെയിം ടൈം എല്ലാം കൂടി ഒരുമിച്ച് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണോ നമ്മുടെ നമ്മളിപ്പോൾ ഒരു ടി വി കാണുവാണെങ്കിൽ നമുക്ക് ചെറിയ ലൈറ്റിങ്ങിന്റെ ആവശ്യമുള്ളൂ. അപ്പം പിന്നെ ഡിമ്മബിൾ ലൈറ്റ്സ് ഉണ്ട്. ഒരു പാർട്ടി ഒക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ ജാസി ആയിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ വീട്ടിൽ. അപ്പം വളരെ സട്ടിൽ ആയിട്ടുള്ള യെല്ലോ ലൈറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര എലിഗന്റ് ആയിരിക്കും നിങ്ങളുടെ വീട്. സോ പലരും എന്നോട് വന്ന് ചോദിക്കാറുണ്ട്, അയ്യോ നിങ്ങളുടെ വീട്ടിൽ വൈറ്റ് ലൈറ്റ് ഇല്ലേ എന്ന്. വൈറ്റ് ലൈറ്റ്സ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഫീലിംഗ്. സോ വളരെയധികം ബ്രൈറ്റ് ആയിട്ടിരിക്കുന്ന എവിടെയാണ്? ഓഫീസ് സ്പേസിലും ഹോസ്പിറ്റൽസിലും ഒക്കെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഫോൾ സീലിംഗ് മുഴുവൻ ഇങ്ങനെ റിസസ് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ ഭയങ്കര ജാസി ആക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മുടെ വീടാണ്, ഷോറൂം അല്ല. നാലാമത്തെ പോയിന്റ്, ഒരുപാട് വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനും കുറെ മിസ്റ്റേക്സ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് ഞാനിങ്ങനെ എടുത്തുകൊണ്ട് വരും. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഓക്കെ നമുക്ക് ഈ കുഷൻ വെച്ചാലോ ആ കുഷൻ വെച്ചാലോ, പിന്നെ നോക്കുമ്പോഴത്തേക്ക് അവിടെ കുഷന്റെ ഒരു ക്ലട്ടറായി മാറും. വളരെ എലിഗന്റ് ആയിട്ടുള്ള വീടുകളുടെ ഓണേഴ്സ് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ മേടിച്ചോണ്ട് വന്നാലും അതിനെ നമ്മൾ ബാച്ച് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ക്രിസ്മസ് ഫോർ എക്സാമ്പിൾ, ക്രിസ്മസ് സീസൺ ആണെങ്കിൽ കുറച്ചുകൂടി യൂസ് ഓഫ് റെഡ് അങ്ങനത്തെ ഇത്. ഇപ്പൊ ഓണം സീസൺ ആണെങ്കിൽ കുഷൻസിൽ നമുക്കിപ്പം ഒരു വൈറ്റ് ആൻഡ് ഗോൾഡ്, അതായത് ഓഫ് വൈറ്റ് ആൻഡ് ഗോൾഡിന്റെ പാറ്റേൺസ് കൊടുക്കാം. സോ അങ്ങനെ സീസണൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഡിഫറെന്റ്, ബാക്കിയുള്ളതിനൊക്കെ എടുത്ത് കബഡിന്റെ അകത്ത് നമുക്ക് സൂക്ഷിച്ചു വെക്കാം. ആവശ്യമുള്ള സമയത്ത് നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടും ഇരിക്കാമല്ലോ. പിന്നെ ചിലര് ഇതിന് ഓവർ ക്രൗഡ് ചെയ്തിട്ട് പ്ലാന്റ്സ് വെക്കും. അതായത് ഒരു പ്ലാന്റ് കോർണർ എന്ന് പറഞ്ഞാൽ അവിടെ കുറേ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് വെക്കും. അതൊരു എന്താ പറയാ, ഡിസൈൻ ഫ്ലോ ആയിട്ടാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഇൻഡോർ പ്ലാന്റ്സ് ആർ വെരി വെരി ഗുഡ് ടു എൻഹാൻസ് ദ എലിഗൻസ് ഓഫ് എ ഹൗസ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇൻഡോർ പ്ലാന്റ്സ് എല്ലായിടത്തും കാണുന്നിടത്തെല്ലാം ഇങ്ങനെ വെച്ച് ഹാങ്കിങ്ങും അവിടെ ഇവിടെ ഒക്കെ വെക്കണം എന്നില്ല കേട്ടോ. ജനറിക് ആയിട്ട് ഞാൻ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ഒരു ഗ്രീൻ കൊടുക്കുകയാണെങ്കിൽ കാണാൻ വളരെ എലിഗന്റ് ആയിരിക്കും. പക്ഷെ ഡോണ്ട് ഓവർ ഡു ഇറ്റ്, ബിക്കോസ് അത് നമ്മൾ ഏത് കാര്യവും ഒരുപാട് ചെയ്യുവാണെങ്കിൽ അത് ക്ലട്ടറായിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് അഞ്ചാമത്തെ പോയിന്റ് എന്താണെന്നറിയോ? വളരെ എലിഗന്റ് ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഇങ്ങനെ ഓപ്പൺ ക്യാബിനറ്റ്സും ഇങ്ങനെ അധികം സ്റ്റോറേജ് ഒന്നും പ്ലാൻ ചെയ്യാതെ പല ആൾക്കാരും ചെയ്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തൊക്കെ തന്നെയാണെങ്കിലും നമ്മൾ ജീവിക്കുന്ന ഒരു വീട്ടിൽ നമുക്ക് സ്റ്റോറേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അപ്പൊ സ്റ്റോറേജ് മാത്രമല്ല, അത് അത് നേരെ ചൊവ്വേ മെസ്സി ആകാണ്ട് വെക്കാനുള്ളതും നമ്മൾ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ എനിക്ക് തോന്നുന്നത് ഇത് മേജർലി പറ്റുന്നതെന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് പ്ലാനിങ് കൊണ്ടാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്റ്റോറേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബിക്കോസ് നമ്മൾ അവിടെ ജീവിക്കുകയും വേണ്ടേ. എപ്പോഴും ഇങ്ങനെ ഷോറൂം പോലത്തെ സെറ്റപ്പ് ആക്കി നമുക്ക് വീട് വെക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമുക്ക് കുട്ടികൾ കാണും, നമുക്ക് തന്നെ പല ആവശ്യങ്ങൾ കാണും. അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്ത് അത് സ്റ്റോർ ചെയ്യാനുള്ള, ഇൻസ്റ്റന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പം കാസറ്റ്സ് ഉണ്ട്, CDs ഉണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ അതിന് വേണ്ടി ഒരു സ്റ്റോറേജ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ കുട്ടികൾക്ക് ടോയ്സ്, പിന്നെ എന്താ പറയാ, ഇപ്പൊ Xbox അങ്ങനത്തെ ഗെയിമിംഗ് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ കളിച്ചിട്ട് അതിന്റെ ആ ഗെയിമിംഗ് കൺസോൾ അതെല്ലാം വെക്കാനുള്ള അതിന്റെ ഇതിൽ സംഭവം ആക്സസറീസ് ഉണ്ടല്ലോ, അതിന്റെ ആക്സസറീസ് വെക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ TV യൂണിറ്റിന്റെ അകത്ത് തന്നെ നമ്മൾ കൊടുക്കുന്നതല്ല. അതേപോലെ ബുക്സ്, യൂസ് ചെയ്യുന്ന ബുക്സിന് നമ്മൾ യൂസ് ചെയ്തിട്ട് ഓപ്പൺ ഷെൽഫ്സും കൊടുക്കാം, ക്ലോസ് ഷെൽഫ്സും കൊടുക്കാം. എസ്പെഷ്യലി എൻട്രി വേ കണ്ടമാനം ക്ലട്ടർ ചെയ്ത് ഓവർ ഡൂ ചെയ്ത് ഡെക്കോറും ചെയ്ത് പിന്നെ അതിനോടൊപ്പം അവിടെ ഇവിടെയൊക്കെ ഷൂസ് വലിച്ചു വാരിയിട്ടേക്കുക, ബാഗ്സ് അവിടെ തന്നെ വലിച്ചു വാരിയിടുക, ചിലർ തൊപ്പി കൊട എല്ലാം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വെച്ചേക്കും. സോ ഇൻസ്റ്റെഡ് ഒരു മിക്സ് ആൻഡ് മാച്ച്, അതായത് ചില കാര്യങ്ങൾ തുറന്നിരിക്കട്ടെ, ചില കാര്യങ്ങൾ നമുക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള ക്യാബിനറ്റ്സ് കൊടുക്കാം, ഇൻക്ലൂഡിങ് കിച്ചണിലും കേട്ടോ. എല്ലാം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് അപ്ലയൻസസും എല്ലാം നമുക്ക് ഓപ്പൺ ആയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ചിലതെല്ലാം നമ്മൾ എപ്പോഴെങ്കിലും യൂസ് ചെയ്യുന്നതാണെങ്കിൽ ക്ലോസ് ചെയ്ത് വെക്കാനുള്ള ഫെസിലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ
ഐ തിങ്ക് ദ സ്പേസ് വിൽ ലുക്ക് ലെസ് ക്ലട്ടേർഡ്. ആറാമത്തെ പോയിന്റ് വളരെയധികം ഞാൻ എംഫസൈസ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ് കേർട്ടൻസ്. നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ ഒരു വാൾ കളർ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ, ഫർണിച്ചർ വാങ്ങിക്കുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണോ, അതേപോലെയാണ് നമ്മുടെ കേർട്ടൻസ് മേടിക്കുന്നത്. ഒരുപാട് വീടുകളിൽ വിൻഡോ കേർട്ടൻസ് ഹാഫ് സൈസ് ആയിട്ടിടും. അങ്ങനെ ഇടരുത്. വിൻഡോ കേർട്ടൻസ് ആണെങ്കിലും ഫുൾ സൈസ്, അതായത് തറയിൽ വരെ മുട്ടി നിൽക്കട്ടെ, സാരില്ല, ചെറിയൊരു കാശിന് വ്യത്യാസമേ വരത്തുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ബിക്കോസ് ഈ കേർട്ടൻസ് ഒക്കെ നമ്മളിങ്ങനെ എല്ലാ വർഷവും മാറ്റുന്ന ഒരു സംഭവമല്ല, കുറേ കാലം നമുക്ക് കിടക്കും കേട്ടോ ഈ കേർട്ടൻസ്. അപ്പം നമ്മൾ വളരെയധികം സൂക്ഷിച്ചാണ് വാങ്ങിക്കാനുള്ളത്. അപ്പോൾ ജുഡീഷ്യസ് ആയിട്ട് കെയർഫുൾ ആയിട്ട് സെലക്ട് ചെയ്യുക. ടു നോട്ട് ബൈ ഹെവി പാറ്റേൺസ് ആൻഡ് ഡാർക്ക് കളേഴ്സ്. ബിക്കോസ് എത്ര തന്നെ നല്ല മെറ്റീരിയൽ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേർട്ടൻസും എക്സ്പെൻസീവ് ആയിട്ടുള്ള മേടിച്ചാലും ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സ് മേടിക്കുകയാണെങ്കിൽ അത് രാത്രി നേരങ്ങളിൽ ആ പാറ്റേൺ കാണാൻ പറ്റും. പകൽ നേരത്ത് നമുക്ക് വെളിച്ചം വെളിയിലുള്ളത് കൊണ്ട് അകത്ത് നമുക്ക് ആ പാറ്റേൺസ് കാണാൻ പറ്റാതെ ഒരുമാതിരി ഇരുണ്ട് വൃത്തികേടായിട്ടിരിക്കും. കേർട്ടൻസിന് തന്നെ ഞാനൊരു എക്സ്ക്ലൂസീവ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് പോയി കാണണം. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേർട്ടൻസ് മേടിക്കുമ്പോൾ ഫുൾ ബ്ലാക്ക് ഔട്ട് കേർട്ടൻസ് വെറും ഹോം തിയേറ്റേഴ്സിന് വേണ്ടി മാത്രം മേടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ലെയർ ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതായത് ഷിയർ കേർട്ടൻസ് എന്ന് പറയുന്നത് കുറേ ലൈറ്റ് അകത്തോട്ട് പോകുന്ന ഡേ കേർട്ടൻസ് ആണ്. അപ്പോൾ അതുപോലെ ഇട്ടിട്ട് വേറൊരു കേർട്ടൻ അതിന് മുന്നേ ഇടുക. അതിൽ നമുക്കൊരു 60% ലൈറ്റ് ബ്ലോക്ക് ചെയ്യുന്ന വിധത്തിൽ, അതായത് 60% to 70% ലൈറ്റ് ബ്ലോക്ക് ചെയ്യുന്ന വിധത്തിൽ ധാരാളം മതിയാവും. അതേപോലെ കേർട്ടൻസിനെ കൊണ്ട് നമുക്ക് വേറൊരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്ത് ടൈപ്പ് കേർട്ടൻ ഇടുന്നുണ്ടോ, എന്ത് സൈസിൽ കേർട്ടൻസ് ഇടുന്നുണ്ടോ, അതിനനുസരിച്ചിട്ട് ആ റൂമിന്റെ വലിപ്പം നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റും. യൂഷ്വലി എല്ലാവരും റൂം കുറച്ചുകൂടെ വലുതായിട്ട് കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത്, അല്ലേ, ഒട്ടുമുക്കാലും പേര്. അപ്പൊ അങ്ങനെ വരുമ്പം നിങ്ങൾക്ക് എവിടെയൊക്കെ സാധിക്കും അവിടെയൊക്കെ കഴിവതും കുറച്ചുകൂടെ ഹയർ, അതായത് വിൻഡോയുടെ ഹൈറ്റ് 7 feet ആണെങ്കിലും സീലിംഗ് ടു ഫ്ലോർ കേർട്ടൻസ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോവുകയാണെങ്കിൽ കാണാനായിട്ട് ഭംഗി മാത്രമല്ല ആ റൂം വളരെ വലുതായിട്ട് ഫീൽ ചെയ്യിക്കാൻ സാധിക്കും. എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ കൊടുക്കണം എന്നില്ല കേട്ടോ. വളരെ വലിയൊരു റൂമാണ്, അതിന്റെ വിൻഡോസ് ഓൾറെഡി നല്ല വലുതാണെങ്കിൽ അതിനൊത്ത പോലത്തെ കേർട്ടൻസ് നമുക്ക് കൊടുക്കാം. പിന്നെ റോമൻ ബ്ലൈൻഡ്സ് നമുക്ക് കൊടുക്കാം. സോ ഓരോ വീട്ടിന്റെ ഡെക്കോർ അനുസരിച്ചിട്ട്, ഓരോ വീട്ടിന്റെ ആവശ്യം അനുസരിച്ചിട്ട് നമുക്കത് മാറ്റിക്കൊണ്ടിരിക്കാം. സോ അത് വലിയൊരു ടോപ്പിക്കായി പോകും, അതുകൊണ്ട് ഞാൻ അത് ഇപ്പൊ തൽക്കാലം കവർ ചെയ്യുന്നില്ല. ഏഴാമത്തെ പോയിന്റ്, ആൻഡ് ദിസ് ഇസ് ദ ലാസ്റ്റ് പോയിന്റ്. ഇത് ഐ ഹാവ് ടു എംഫസൈസ് ദിസ് പോയിന്റ്. എന്താന്ന് വെച്ചാൽ ഒരു ട്രെൻഡിനനുസരിച്ചിട്ട് നമ്മളെ ഇന്റീരിയേഴ്സ് മാറ്റിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മളൊരു ട്രെൻഡ് ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് കാണാനായിട്ട് നല്ലതായിരിക്കും. അതിപ്പം നമ്മുടെ വീട്ടിന്റെ ഇന്റീരിയേഴ്സ് മാത്രമല്ല കേട്ടോ, ഇപ്പം നമ്മുടെ ഉടുപ്പായാലും ചെരുപ്പായാലും നമ്മുടെ ആക്സസറീസ് ഒക്കെ ആയാലും അങ്ങനെ തന്നെയാണ്. എല്ലാവരും മേടിക്കുന്നു, ഇതാണ് ട്രെൻഡി ആയിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഈ സാരി ഉണ്ട്, അപ്പൊ ഭയങ്കര ട്രെൻഡിയാണ്. ഇപ്പൊ നമ്മൾ ആ സാരി മേടിച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് ഔട്ട്ഡേറ്റഡ് ആയി പോകും, അല്ലേ? ബിക്കോസ് എല്ലാവരും അത് തന്നെ ഇട്ടു, എല്ലാവർക്കും അതുണ്ട്. അപ്പൊ പിന്നെ അതിനോടുള്ള ഒരു ഇത് അഫിനിറ്റി നമുക്ക് നഷ്ടപ്പെടും. അതേപോലെ തന്നെയാണ് ഇന്റീരിയേഴ്സിലും ട്രെൻഡ്, നമ്മൾ കണ്ടമാനം അങ്ങ് ട്രെൻഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ട്രെൻഡ് ഫെറ്റീഗ് എന്നൊരു സംഭവം ഉണ്ട് കേട്ടോ. അതായത് ഒത്തിരി പേര് ഇങ്ങനെ യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് എനിക്കത് മടുക്കാറുണ്ട്. എനിക്കെന്നല്ല, പലർക്കും അത് മടുത്തു പോകാറുണ്ട്. അതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ വൈറ്റ് ആൻഡ് റെഡ് കിച്ചൺ ഒരു ഭയങ്കര ക്രേസ് ആയിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് എവിടെ നോക്കിയാലും വൈറ്റ് ആൻഡ് റെഡ് കിച്ചൺ ആയി മാറി. അവസാനം വി ഗോട്ട് സോ ടയർഡ് ഓഫ് ദ വൈറ്റ് ആൻഡ് റെഡ് ദാറ്റ് ഇപ്പൊ ഇനി വൈറ്റ് ആൻഡ് റെഡ് കണ്ടാൽ തന്നെ അയ്യോ മതിയായി എന്നുള്ള അവസ്ഥയാണ്. സോ അതാണ് ട്രെൻഡ് ഫെറ്റീഗ് എന്ന് പറയുന്നത്. സോ വേറൊരു ഉദാഹരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഏത് വീട്ടിൽ നോക്കുവാണെങ്കിലും ഈ വാളിൽ ട്രിംസ് യൂസ് ചെയ്യുക. വാൾസിൽ ട്രിംസ് യൂസ് ചെയ്യുന്നത് ഓവർ യൂസ്ഡ് ആയി പോയി എന്നാണ് ഇപ്പൊ എൻ്റെ ഒരു അഭിപ്രായം. എൻട്രി വേയിൽ എല്ലാ വീടുകളിലും അത് തന്നെ കൊടുക്കുക. അപ്പം എന്താണ് നമുക്കിന്ന് നമ്മുടെ വീട്ടിൽ ഒരു യുണീക്നെസ് ഉള്ളത്? നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ ചെയ്തോളൂ കേട്ടോ, കുഴപ്പമില്ല. അപ്പൊ അതിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഓവറായിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല. ഇപ്പൊ ട്രെൻഡിനനുസരിച്ചിട്ട് നമ്മൾ മൊത്തം ഫർണിച്ചർ മേടിച്ചാൽ ട്രെൻഡ് തീരുമ്പോഴത്തേക്ക് ആ ഫർണിച്ചർ മാറ്റാൻ പറ്റുമോ? ബിക്കോസ് ഇറ്റ്സ് എ വെരി എക്സ്പെൻസീവ് തിങ്, അല്ലേ? ഇപ്പൊ വാൾ കളേഴ്സ്, ഇപ്പം ഓരോ വാൾസ് ഓരോ കളർ, ഇപ്പം എല്ലാം ന്യൂട്രൽ കളർ വെച്ചിട്ട് ഒരു വലിയ വാള് നമ്മൾ ആക്സെന്റ് വാളായിട്ട് ഒരു ഡാർക്ക് കളർ കൊടുത്തു എന്ന് വെച്ചോളൂ. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ കളറിനെ ബേസ് ചെയ്ത് വേണം പിന്നെ നമ്മുടെ സോഫയിലെ കുഷൻസ് യൂസ് ചെയ്യുക, സോഫയുടെ കളർ ചോയ്സ്, കേർട്ടൻസിന്റെ ചോയ്സ്. ഇപ്പൊ ബെഡ്റൂമിലാണ് ഒരു വാള്, നമ്മൾ ഒരു പിങ്ക് വാളാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അതിന് ചേരാത്ത ഏതെങ്കിലും ഒരു കളർ ബെഡ്ഷീറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര ഓഫ് ആകും.
അപ്പോൾ ട്രെൻഡ്സ് ഫോളോ ചെയ്യുമ്പം വളരെ കെയർഫുൾ ആയിരിക്കുക. അപ്പോൾ എന്താ ചെയ്യാനുള്ളത്? ഞാൻ പറഞ്ഞ ആ 60-30-10 ഉണ്ടല്ലോ, അതിവിടെ യൂസ് ചെയ്യണം. എവിടെയാണ് ട്രെൻഡ് ഫോളോ ചെയ്യാൻ പറ്റുന്നത്? കുഷൻസ് മാറ്റിക്കോളൂ, കുഷൻ കവേഴ്സ് മാറ്റിക്കോളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആർട്ടിഫാക്റ്റ് നമുക്കങ്ങനെ മൂവബിൾ, റീപ്ലേസബിൾ ആയിട്ടുള്ള തിങ്സ് എല്ലാം നിങ്ങൾ ട്രെൻഡ് അനുസരിച്ചിട്ട് ചെയ്തോളൂ. ഇപ്പോൾ പ്ലാന്റ്സ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാച്ചി ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ്, അതൊക്കെ മാറ്റാൻ പറ്റുന്നൊരു കാര്യമാണ് അല്ലേ? സോ അങ്ങനത്തെ കാര്യത്തിൽ നമ്മൾ ട്രെൻഡ് ഫോളോ ചെയ്തിട്ട് കഴിവതും കളർ ചോയ്സിൽ, ഫർണിച്ചർ ചോയ്സിലൊക്കെ കുറച്ചുകൂടി വളരെ ഔട്ട്ഡേറ്റഡ് അല്ല ഞാൻ ഈ ഉദ്ദേശിക്കുന്നത്, കുറച്ചുകൂടെ എല്ലാത്തിൻ്റെ കൂടെയും മേർജ് ചെയ്ത് പോകാൻ പറ്റുന്ന വിധത്തിലുള്ളത് വെക്കുകയാണെങ്കിൽ കാണാനായിട്ട് എലിഗൻറ്റ് മാത്രമല്ല കേട്ടോ, കുറേ കാലത്തേക്ക് നമുക്കത് ട്രെൻഡി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പം ട്രെൻഡിനെ നമ്മൾ ഫോളോ ചെയ്യാതെ നമ്മളൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അപ്പോൾ ഇതിൽ നിങ്ങൾ എന്തെങ്കിലും ഈ പറഞ്ഞ 7 കാര്യത്തിൽ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എങ്ങനെയാണ് കറക്റ്റ് ചെയ്തത്? അത് എനിക്ക് അറിയാനായിട്ട് നല്ല താല്പര്യമുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ അതെല്ലാം എനിക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതെല്ലാം സ്പെഷ്യലായിട്ട് പറയാനുള്ള ആവശ്യമില്ലല്ലോ അല്ലേ? നിങ്ങൾ അതൊക്കെ ചെയ്യുന്നത് എനിക്കറിയാം. സോ ടിൽ ദെൻ, താങ്ക് യു. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ ബൈ.